എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ യൂസ്റ്റസ് കിഡിനെയും ഷാങ്സിനെയും കാണിക്കും. അവർ രണ്ടുപേരും യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഷാങ്സിനാണെങ്കിൽ ഭയങ്കര അത്ഭുതം. കാരണം അവന്റെ പവറിന് മുൻപിൽ യൂസ്റ്റസ് കിഡ് അവനൊന്നുമല്ല. ഓൾറെഡി അവർ ഫൈറ്റ് ചെയ്ത് ഷാങ്സ് യൂസ്റ്റസ് കിഡിന്റെ ഒരു കൈ വെട്ടി എറിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അവനൊരു ഓഫർ കൊടുക്കും. മര്യാദയ്ക്ക് നിന്റെ കയ്യിലുള്ള റോഡ് പോണോഗ്ലിഫ്സിന്റെ കോപ്പി അതെനിക്ക് തരുവാണെങ്കിൽ യുദ്ധം ഒഴിവാക്കി നിന്നെ ഞാൻ ഇവിടുന്ന് ജീവനോടുകൂടെ പറഞ്ഞയക്കാം. പക്ഷേ യൂസ്റ്റസ് കിഡ് അവൻ അവിടേക്ക് എത്തിയത് തന്നെ ഷാങ്സിനോട് പകരം ചോദിക്കാനും അവനെ ഇല്ലാതാക്കാനുമാണ്. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ഡീലിങ്സിനും അവൻ സമ്മതിക്കാതെ യുദ്ധത്തിനു വേണ്ടി അങ്ങനെ റെഡി ആയിട്ട് നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ലാബിലാണെങ്കിൽ യഥാർത്ഥ ഒറ്റുകാരി അതാരാണെന്ന് ഇപ്പൊ ഡോക്ടർ വേഗോഫ് പങ്ക് മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പൊ അവിടുന്ന് അങ്ങനെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അല്പസമയം മുൻപുള്ള ഒരു സീൻ കാണിക്കും. അതില് അവളാണെങ്കിൽ ആ പെർഫ്യൂംസിനെ എല്ലാം തന്നെ കൺട്രോൾ ചെയ്യാണ്. നിങ്ങൾ എല്ലാവരും ഒബേ ചെയ്യേണ്ടത് എന്റെ ഓർഡേഴ്സ് ആണ്. ആക്ച്വലി ആ നേവിക്കാർ അവരെന്നെയും ചീറ്റ് ചെയ്തു. ഞാനാണ് ഈ വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ അവർക്ക് പാസ് ചെയ്ത് കൊടുത്തത്. പക്ഷെ നേവി ഓഫീസേഴ്സ് ആണെങ്കിൽ എന്നെ അടക്കം എല്ലാ വേഗോഫ് പങ്കിനെയും കൊല്ലാനാണ് ഇൻഫർമേഷൻ പാസ് ചെയ്തത്. അതെനിക്ക് തീരെ ഇഷ്ടമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യം ഇവിടേക്ക് വന്ന് നേവികളെ നിങ്ങൾ തല്ലി കൊല്ലണമെന്ന് പറഞ്ഞ് അവരെ കൺട്രോളിലെടുത്ത് അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കും. അവളാണെങ്കിൽ അവളുടെ ബുദ്ധി ഉപയോഗിച്ച് ആദ്യം ആ ഡോം അത് ക്ലോസ് ചെയ്യും. സോ ഇനി ആർക്കും പുറത്തേക്ക് പോകാനോ അകത്തേക്ക് വരാനോ സാധിക്കില്ല. അതിനുശേഷം അവൾ ആ സർഫ്യൂംസിനോട് പറയും, എന്നെയും ഡോക്ടർ വേഗോഫ് പങ്കിനെയും താഴെയുള്ള ആ നേവി ഹോസ്റ്റേജസിനെയും ആരെയും നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാവരെയും നിങ്ങൾ തല്ലിക്കൊല്ലണമെന്ന് പറഞ്ഞ് ഓരോ ഭാഗങ്ങളിലേക്ക് പറഞ്ഞയക്കും. ആക്ച്വലി സത്യത്തിൽ അവളാണ് ആ വേഗോഫ് പങ്സിന്റെ അസിസ്റ്റൻസിന്റെ കൂടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വീക്ക്. സോ അവളാണ് ഒറ്റുകാരി എന്നറിഞ്ഞ ബാക്കിയുള്ളവരെല്ലാവരും അവളെ തല്ലിക്കൊല്ലും. സോ ഈ ഒരു കാര്യം അത് ലീക്ക് ഔട്ട് ചെയ്യാതിരിക്കാനുള്ള എല്ലാ തരത്തിലുള്ള പ്രിക്കോഷൻസും അവൾ മുൻപ് തന്നെ എടുത്തിരുന്നു. അവളാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് സംശയം തോന്നാതിരിക്കാൻ ഹാൻകോക്കിനോട് അവളെ കല്ലാക്കി മാറ്റാൻ പറയും. അതിനുശേഷം എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിക്കഴിയുമ്പോൾ നോർമൽ ആക്കാനും ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത ഹാൻകോക്ക് ആണെങ്കിൽ അപ്രകാരം ചെയ്യും. കട്ട് ചെയ്ത ഇവിടെ സെന്റമറും അവനാണെങ്കിൽ മുകളിൽ നടക്കുന്ന ഫൈറ്റും ഒക്കെ കേട്ട് ടെൻസ്ഡ് ആവും. പുറത്താണെങ്കിൽ ജനങ്ങൾ ആ ഒരു ഐലാൻഡിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഓരോരോ കപ്പലുകളിലേക്ക് പാഞ്ഞു കയറും. അപ്പോഴായിരിക്കും മരക്കട്ടൊക്കെ കെട്ടിയ വലിയ കപ്പല് ആ ഒരു ഐലാൻഡിലേക്ക് വന്ന് പതിക്കുക. കട്ട് ചെയ്ത ഇവിടെ യൂസ്റ്റസ് കിഡ് അവനാണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനെ എല്ലാം ബൂസ്റ്റ് ചെയ്ത് ഉച്ചത്തിൽ വിളിച്ചു പറയും, ഷാങ്സിന്റെ അവസാനം അത് ഇന്നാണ്. ഓൾറെഡി നമ്മൾ ഒരു എംപററിനെ തന്നെ തകർത്ത് കളഞ്ഞവരാണ്. സോ ഷാങ്സ് ഇപ്പോ നമുക്കൊരു ഇരയല്ലാന്ന് പറഞ്ഞ് അവരെല്ലാവരും അട്ടഹസിക്കും. അപ്പോഴായിരിക്കും പൊട്ടിൽ പൈററ്റ്സും അവരുടെ ക്യാപ്റ്റനും വലിയൊരു കപ്പലുമായിട്ട് അവിടേക്ക് വരിക. അവരാണെങ്കിൽ ഇപ്പൊ യൂസ്റ്റസ് കിഡിനോട് പറയും, ഷാങ്സ് ഞങ്ങളുടെ ക്യാപ്റ്റനാണ്, അവന്റെ ദേഹത്ത് തൊടാൻ എന്നെ അനുവദിക്കില്ല. ആ ഒരു പൈററ്റ് ടീമിന് തൊട്ട് പിന്നാലെ വീണ്ടും ഓരോരോ ലോക്കൽ പൈററ്റ്സ് അവിടേക്ക് വരാനായിട്ട് തുടങ്ങും. അവരെല്ലാവരും ഷാങ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന ഷാങ്സിനെ ഫോളോ ചെയ്യുന്ന പൈററ്റ്സ് ടീമാണ്. അവരെല്ലാം ഒറ്റ സ്വരത്തില് ഷാങ്സിനെ സപ്പോർട്ട് ചെയ്ത് യൂസ്റ്റസ് കിഡിനെ ചീത്ത വിളിക്കാനായിട്ട് തുടങ്ങും. അത് കേട്ട് യൂസ്റ്റസ് കിഡിനെ കൺട്രോൾ പോവും. മാത്രമല്ല ഇത്രയും ലോക്കൽ പൈററ്റ്സ് ഷാങ്സിനെ സപ്പോർട്ട് ചെയ്ത് അവിടേക്ക് വരുമെന്ന് അവർ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. മാത്രമല്ല അവർ മുഴുവനും ലോക്കൽ പൈററ്റ്സ് അല്ല. അതിൽ ചില പൈററ്റ്സ് ടീം അത്യാവശ്യം ബൗണ്ടി ഒക്കെ ഉള്ള പവർഫുൾ പൈററ്റ്സ് ടീമുമാണ്. സോ അവന്റെ ഹാർട്ട് ബീറ്റ് അത് ചെറുതായിട്ടൊന്ന് കൂടും. മാത്രമല്ല അവന്റെ ടെൻഷൻ വർദ്ധിക്കും. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഷാങ്സ് ആണെങ്കിൽ അവിടേക്ക് അവന്റെ ഫോളോവേഴ്സ് ഒരുപാട് പേര് എത്തിയിട്ടുണ്ടെന്നും അവര് യൂസ്റ്റസ് കിഡിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണെന്നുള്ള കാര്യം അറിയും. അതിന് യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ വിളിച്ചു പറയും, ഒരു കാരണവശാലും അവരാരും അതിന് ഷാങ്സ് ആണെങ്കിൽ നിർദ്ദേശം കൊടുക്കും, ഒരു കാരണവശാലും അവരാരും യൂസ്റ്റസ് കിഡുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പാടില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്കാണ്. യൂസ്റ്റസ് കിഡ് ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നോടാണ്. സോ ഞാൻ തന്നെ അവനോട് ഫൈറ്റ് ചെയ്യുമെന്ന് പറയും. അപ്പോഴായിരിക്കും 3 പേര് ഈ പട്ടിക്ക് അവന്റെ ആൽക്കല് വീണ് ബെഗ് ചെയ്യുക, പ്ലീസ് ഞങ്ങൾക്ക് ഒരു ചാൻസ് തരണം, അവനെ ഇല്ലാതാക്കാൻ ഞങ്ങൾ നിങ്ങളോടൊപ്പം നിൽക്കാം. പക്ഷെ ഷാങ്സ് ആണെങ്കിൽ അതും ഡിനേ ചെയ്യും. അപ്പം അവൻ കാണും ദൂരത്തായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേര് വലിയ കൂട്ടമായിട്ട് അവനെ സപ്പോർട്ട് ചെയ്യാൻ ഓടി വരികയാണ്. ഷാങ്സ് ആണെങ്കിൽ ഇപ്പൊ കൈ ഉയർത്തി അവരോട് എല്ലാവരോടും വിളിച്ചു പറയും, നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഈ ഒരു യുദ്ധം അതെന്റേതാണ്. ആരുടെ സഹായം ഇപ്പൊ എനിക്ക് ആവശ്യമില്ല. ദയവ് ചെയ്ത് നിങ്ങൾ മടങ്ങി പോകണമെന്ന് പറഞ്ഞ് യൂസ്റ്റസ് കിഡിന്റെ അടുത്തേക്ക് പോയ കപ്പലുകളെ അവൻ തിരികെ വിളിക്കും. ഷാങ്സ് ആണെങ്കിൽ അവന്റെ അസിസ്റ്റൻസിനോട് പറയും, യൂസ്റ്റസ് കിഡിനെ ഇപ്പൊ നമ്മൾ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ഈ ഇറയിലുള്ളവരെല്ലാം വളരെ പെട്ടെന്നാണ് സ്ട്രോങ് ആയി മാറുന്നത്. അവന്റെ ബില്യൺ 3 ബില്യൺ ആണ്. സോ അതുകൊണ്ട് തന്നെ ഒരല്പം കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ അവനെ ഹാൻഡിൽ ചെയ്യാനെന്ന് പറയും. ഉസോപ്പിന്റെ പപ്പയാണെങ്കിൽ ഇപ്പൊ ദൂരത്തായിട്ടുള്ള യൂസ്റ്റസ് കിഡിന്റെ കപ്പൽ ചെക്ക് ചെയ്യും. അതിനുശേഷം കപ്പലിൽ നടക്കുന്ന കാര്യങ്ങൾ ഒന്നൊന്നായിട്ട് ഇപ്പോ ഷാങ്സിന് പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഷാങ്സ് ആണെങ്കിൽ ആ ബ്ലാക്ക് ബിയർഡിനെ കുറിച്ച് ചോദിക്കും. പക്ഷെ അവന്റെ ലൊക്കേഷൻ
ഉസോപ്പിന്റെ പപ്പയ്ക്ക് കണ്ടെത്താനാവില്ല. പിന്നീട് അവര് യൂസ്റ്റസ് കിഡിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നൊന്നായിട്ട് ചെക്ക് ചെയ്യും. അതേസമയം യൂസ്റ്റസ് കിഡ് അവന്റെ മുൻപിലുണ്ടായിരുന്ന കപ്പലിലെ മെറ്റൽ പീസ് എല്ലാം അബ്സോർബ് ചെയ്തെടുത്ത് അതുപയോഗിച്ച് അവർ അറ്റാക്ക് ചെയ്യുകയാണ്. യൂസ്റ്റസ് കിഡിന് മുൻപിലുള്ളത് 9 കപ്പലാണ്. അവൻ ആ മെറ്റൽസ് എല്ലാം ഉപയോഗിച്ച് വലിയൊരു ഗൺ ക്രിയേറ്റ് ചെയ്ത് അവരെ പോയിന്റ് ചെയ്യും. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുൻപിലേക്ക് വരും, ഒരു കാരണവശാലും നിങ്ങൾ ആരും ഇവിടുന്ന് തിരികെ പോകാനായിട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ് ലേസർ ബീം പവർ അതുപയോഗിച്ച് ആ ഒരു കനോൻ അറ്റാക്ക് അതവൻ നടത്തുകയാണ്. അവനങ്ങനെ റൗണ്ട് ചെയ്ത് അവന് ചുറ്റുമുണ്ടായിരുന്ന കപ്പലുകളെല്ലാം കറുത്ത് തരിപ്പണമാക്കും. അപ്പൊ ദൂരത്തായിട്ട് ഷാങ്സ് ആണെങ്കിൽ ഈ ഒരു കാഴ്ച കണ്ട് ഷോക്ക് ആവുകയാണ്. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാരണം ഷാങ്സിനെ സപ്പോർട്ട് ചെയ്തു വന്ന അവന്റെ ആൾക്കാരെ എല്ലാവരെയും അവൻ തകർത്ത് ഇപ്പൊ കടലിൽ മുക്കിയിരിക്കുകയാണ്. അതിൽ ഒരുപാട് പേര് ഡെവിൾ ഫ്രൂട്ട് യൂസേഴ്സ് ആണ്. സോ അവർക്ക് ആ കടലിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. യൂസ്റ്റസ് കിഡ് ബെല്ലി എന്തോ റോക്കറ്റ് കീഴടക്കിയ സന്തോഷത്തില് ഇപ്പോ ഷാങ്സിനെ വിളിച്ച് അവനെ വിളിച്ചുകൊണ്ടേയിരിക്കും. ആക്ച്വലി ഷാങ്സിന് അവന്റെ അസിസ്റ്റൻസും അവന്റെ സപ്പോർട്ടേഴ്സും ഒരുപാട് ഇമ്പോർട്ടന്റ് ആണ്. യാതൊരു കൂസലും ഇല്ലാതെ ഇപ്പൊ യൂസ്റ്റസ് കിഡ് തകർത്ത് ഇല്ലാതാക്കിയത്. ഇവിടെ ഷാങ്സിനാണെങ്കിൽ ആ കാര്യങ്ങളൊന്നും തന്നെ കണ്ട് സഹിക്കില്ല. അവന്റെ അസിസ്റ്റൻസിനെയും അവന്റെ സപ്പോർട്ടേഴ്സിനെയുമാണ് യൂസ്റ്റസ് കിഡ് ഇല്ലാതാക്കിയത്. ഇനി ഒരുപാട് പേര് യൂസ്റ്റസ് കിഡിനെ തകർക്കാനായിട്ട് അവന്റെ അടുത്തേക്ക് അടുക്കുന്നുണ്ട്. ഷാങ്സ് അവൻ ഇനിയും വൈകിയാൽ തീർച്ചയായിട്ടും യൂസ്റ്റസ് കിഡ് അവരെ എല്ലാവരെയും ഇല്ലാതാക്കും. ഇനി അങ്ങനെ സംഭവിക്കാൻ പാടില്ല. എത്രയും വേഗം ആ യൂസ്റ്റസ് കിഡിനെ തകർക്കണമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പൊ ആ ജയൻസിനെ സപ്പോർട്ടിന് വിളിക്കും. അവർ ഉഷാറായിട്ട് ഇപ്പോ യൂസ്റ്റസ് കിഡിന്റെ അടുത്തേക്ക് പോവാണ്. എത്രയും വേഗം അവനെ തകർത്തില്ലാതാക്കുക, അവന്റെ സപ്പോർട്ടേഴ്സിനെ സേവ് ചെയ്യുക, അത് മാത്രമാണ് ഷാങ്സിന്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. സത്യത്തിൽ ഷാങ്സ് അവൻ ഓൾമോസ്റ്റ് അവന്റെ വാറുകളെല്ലാം വളരെ കാഷ്വലായിട്ട് മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷേ ഇപ്പൊ അവൻ വളരെ ടെററായി സീരിയസ് ആയിട്ടാണ് ഈ ഒരു വാറിനെ കാണുന്നത്. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ ഷാങ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവൻ കാണും ഷാങ്സ് അങ്ങനെ അവന്റെ ഹോക്കി പവറുമായിട്ട് ഫ്ലൈ ചെയ്ത് വരികയാണ്. കമോൺ, നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇത്രയും സമയം വെയിറ്റ് ചെയ്തതെന്ന് പറഞ്ഞ് അവന്റെ ആയുധങ്ങൾ എടുത്ത് തയ്യാറാവും. പക്ഷെ അടുത്ത നിമിഷം നമ്മുടെ ഷാങ്സ് അവന്റെ സ്ക്വാഡിൽ ഹോക്കി പവർ കൊണ്ടുവന്ന് ആ കപ്പലിനെയും യൂസ്റ്റസ് കിഡിനെയും ആഞ്ഞൊരടി. ആ ഒരു അടിയുടെ ഇമ്പാക്റ്റില് കപ്പൽ അങ്ങനെ തകർന്ന് അവന്റെ അസിസ്റ്റൻസ് കടലിലേക്ക് തെറിച്ച് വീഴും. കപ്പലിന്റെ ഓരോരോ ഭാഗങ്ങളായിട്ട് തകർന്ന് വീഴുകയാണ്. അട്ടി കിട്ടിയ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ചോര തുളുമ്പി ഫസ്റ്റ് അടിയിൽ തന്നെ തെറിച്ചു പോയി അട്ടിച്ചു വീഴും. യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ പതിയെ കണ്ണു തുറന്ന് നോക്കും. അവനാണെങ്കിൽ തല ചുറ്റുന്നുണ്ട്. അവന്റെ തൊട്ട് മുൻപില് ഷാങ്സ് അങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കിൽ യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ ഇപ്പൊ കില്ലറിനോട് പറയും, നമ്മൾ ഓൾറെഡി 2 എംപറേഴ്സിനെയാണ് തകർത്ത് കളഞ്ഞത്. ഒന്ന് കൈഡോ, ഒന്ന് ബിഗ് മോം. അവരുടെ 2 പേരുടെ ലക്ഷ്യം പൈററ്റ് കിങ് ആവുക, ആ 1 പീസ് സ്വന്തമാക്കുക എന്നതാണ്. സോ അവരെ തോൽപ്പിച്ച് നമുക്ക് തീർച്ചയായിട്ടും ഷാങ്സിനെ തോൽപ്പിക്കാനായിട്ട് കഴിയും. അടുത്ത പൈററ്റ് കിങ് അത് ഞാനാണ്. അവന്റെ കയ്യിലുള്ള ആ ലാസ്റ്റ് പോണോഗ്ലിഫ്, ആ റോഡ് പോണോഗ്ലിഫ്, അത് ഞാൻ തന്നെ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് അവൻ പൊട്ടിച്ചിരിക്കും. അത് കേട്ട് കില്ലറും അങ്ങനെ അട്ടഹസിക്കും. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. അവന്റെ അടിയിൽ കില്ലറിനാണെങ്കിൽ അവന്റെ പാതി മാസ്ക് തകർന്ന് ബോധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ യൂസ്റ്റസ് കിഡ് അവൻ അനങ്ങാതെ കിടക്കും. അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ യൂസ്റ്റസ് കിഡിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഷാങ്സ് വീണ്ടും ആയിട്ട് സ്ലോ മോഷനിൽ നടന്ന് അവന്റെ അടുത്തേക്ക് വരികയാണ്. അവന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഒച്ചത്തിൽ വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഞങ്ങളുടെ മാസ്റ്ററിനെ ഇനി അറ്റാക്ക് ചെയ്യരുത്, ഞങ്ങൾ സറണ്ടർ ആവാൻ തയ്യാറാണ്, ഞങ്ങളിനി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് ആ റോഡ് പോണോഗ്ലിഫിന്റെ കോപ്പീസ് അവർ കൊണ്ടുവന്ന് ഇപ്പോ ഷാങ്സിന്റെ മുൻപിൽ വെക്കും. അടുത്ത നിമിഷം ഷാങ്സിന്റെ കപ്പല് അതിപ്പോ യൂസ്റ്റസ് കിഡിന്റെ കപ്പലിന്റെ അടുത്തേക്ക് വരികയാണ്. ബോസ്, എത്രയും വേഗം നമ്മുടെ കപ്പലിലേക്ക് വായോ. ഷാങ്സ് ആണെങ്കിൽ ആ റോഡ് പോണോഗ്ലിഫിലേക്ക് തിരിഞ്ഞു പോലും നോക്കാതെ അവന്റെ കപ്പലിലേക്ക് കയറും. അതേസമയം ഇവിടെ യൂസ്റ്റസ് കിഡിന്റെ കപ്പല് അതാ കരയിലേക്ക് അടുക്കുകയാണ്. അവർ കരയിലേക്ക് നോക്കും. ഷാങ്സിന്റെ 2 ഫ്രണ്ട്സ്, ആ 2 ജയൻസ്, അവർ വലിയ ഹാമേഴ്സ് ഒക്കെ എടുത്ത് കപ്പൽ അങ്ങനെ കരയ്ക്ക് അടുക്കുന്നതും കാത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. യൂസ്റ്റസ് കിഡിന്റെ അസിസ്റ്റൻസ് ആണെങ്കിൽ അത് കണ്ട് 1 സെക്കൻഡ് ഫ്രീസ് ആവും. കപ്പൽ കടലിലേക്ക് അടുക്കേണ്ട താമസം അവർ 2 പേരും ഹാമർ വെച്ച് ഒരൊറ്റ അടി കപ്പൽ പൂർണ്ണമായിട്ടും തകർന്ന് കടലിന്റെ അടിത്തട്ടിലേക്ക് പതിയെ താഴ്ന്നു പോകും. യൂസ്റ്റസ് കിഡിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു അറ്റാക്കിൽ കടലിലേക്ക് അങ്ങനെ അടിച്ചു വീഴും. യൂസ്റ്റസ് കിഡ് അവൻ ഷാങ്സിനെ വില കുറച്ച് കണ്ടു. അപ്പോൾ ഷാങ്സിനെ അങ്ങനെ സൂം ചെയ്ത് കാണിക്കും. അവൻ ടെററായി കപ്പലിൽ നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.